കേരളമാകെ ഈ വീട്ടിലേക്കും മിഥുനിൻ്റെ വിയോഗത്തിലേക്കും ശ്രദ്ധിച്ച ഒരു വളരെ വിഷമമുണ്ടാക്കിയ സംഭവമായിരുന്നു ആ വിയോഗം. കേരളത്തിൽ 2-3 ദിവസം അതുതന്നെയാണ് ചർച്ച ചെയ്തത്. നമ്മുടെ സ്കൂളുകളിൽ ഓരോ വീട്ടിൽ നിന്നും സ്കൂളിൽ പോകുന്ന ലക്ഷക്കണക്കിന് നമ്മുടെ കേരളത്തിലെ കുട്ടികൾ പഠിക്കുന്ന ഒരു സമ്പ്രദായത്തിൽ ഓരോ വീട്ടിൽ നിന്നും കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വീടിനും ഞങ്ങളുടെ വീട്ടിലെ ഒരു കുട്ടിക്കുണ്ടാവുന്നൊരു വിഷമം പോലെ തോന്നിയ സംഭവമാണ് ആ സംഭവം. അത് ഒരു ദാരുണമായ സംഭവം ഉണ്ടായി. മിഥുൻ എന്ന കുട്ടി നമ്മളെ വിട്ടുപിരിഞ്ഞു. പിന്നെ അതിന് ഇനി ആവർത്തിക്കാതിരിക്കാൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കുടുംബത്തെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, ഇവിടെ നമ്മളന്ന് വരുമ്പോൾ ചെറിയ ഒരു വീടെന്ന് പറയാവുന്നതല്ലാത്ത ഒരു ചെറിയ വീടായിരുന്നു ഉണ്ടായിരുന്നത്. ആ വീടിൻ്റെ ഭിത്തിയിൽ മിഥുൻ വരച്ചിട്ടൊരു ചിത്രമുണ്ട്. ഒരു വീട്, ഞാൻ വലുതാവുമ്പോൾ ഇങ്ങനൊരു വീട് വെക്കും എന്ന് പറഞ്ഞിരുന്നു എന്നുള്ളത് അന്ന് നമ്മൾ കണ്ടതാണ്, വാർത്തകളിൽ വന്നതാണ്. മിഥുനും അനിയനും 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവർ രണ്ടുപേരും കുട്ടികളായിരിക്കുമ്പോൾ അന്ന് തന്നെ പൊതുവായ കാര്യങ്ങൾക്ക് പരിപാടികൾക്കൊക്കെ പോവും. ബാലസംഘം പോലെയുള്ള സംഘടനകളിൽ പ്രവർത്തിക്കും. പൊതുവായ കാര്യങ്ങൾക്ക് പോവും. അവിടെ ആ മുറിക്കകത്ത് വെച്ചിരിക്കുന്ന തന്നെ ഉത്സവ സമയത്ത് വലിയ കാളകെട്ടിൻ്റെ മുന്നിൽ അതിൻ്റെ കെട്ടുകാഴ്ചയുടെ മുന്നിൽ നിൽക്കുന്നൊരു ചിത്രമാണ് മിഥുൻ്റെ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ഇത് നമ്മുടെ എല്ലാം വീടുകളിലുണ്ടാകുന്ന ഒരു സംഭവം, ഒരു ദുഃഖം പോലെയാണ്. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയെ കുട്ടികൾ വിളിക്കുന്നു, ഞങ്ങളുടെ മന്ത്രി മാമൻ എന്ന് പറയുന്ന തരത്തിലേക്ക് ഓരോരുത്തർക്കും നേരിട്ട് കണക്റ്റ് തോന്നുന്ന തരത്തിലേക്ക് ഗവൺമെൻറ്റും ഉത്തരവാദിത്തപ്പെട്ടവരും പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രി ഇവിടെ എത്തി, ഞങ്ങളെല്ലാവരും എത്തി. ഇതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരാൻ പല ശ്രമം നടന്നു. എന്ന് പറഞ്ഞാൽ ഇത്തരൊരു വിഷയത്തെ വളച്ചൊടിക്കാൻ ധാരാളം ശ്രമം നടന്നു. ഞാനതിലേക്ക് പോകുന്നില്ല. പക്ഷേ ആ വളച്ചൊടിക്കലിനും അതിനെ പ്രത്യേകം ഏതൊരു സംഭവം വന്നാലും അതിനകത്തൊരു മാനുഷികമായ വശം കാണുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുപോലും ഞാൻ ഓർക്കുന്നു, ഇങ്ങോട്ട് വരുമ്പോൾ അന്ന് ആ ബോഡി വരുന്നതിൻ്റെ അന്ന് തന്നെ കരിങ്കൊടിയൊക്കെ കണ്ടത് ഞാൻ ഓർക്കുന്നു. ഞാനത് ഓർമ്മിക്കേണ്ട കാര്യമല്ല, എന്നാലും ഞാൻ പറയുകയാണ്, ഇത്തരൊരു സംഭവത്തെ അങ്ങനെ കണ്ട സംഭവങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറയുകയാണ്. അതൊരു അത്തരം കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളെ അങ്ങനെയല്ല നമ്മൾ കാണേണ്ടത്. ഒരു ദുരന്തമാണിത്. അങ്ങനൊരു സംഭവത്തെ മുഴുവൻ ആളുകളും, നാട്ടിലെ എല്ലാവരും കണ്ടത് കുട്ടിയുടെ കുടുംബത്തെ സഹായിക്കുക എന്നുള്ളതാണ്. അമ്മ പുറത്തായിരുന്നു, ജോലി ചെയ്യാൻ പോയതാണ്, വീടിൻ്റെ താങ്ങായിട്ട് ജോലിക്ക് പോയതാണ്. അമ്മ അവിടുന്ന് എത്തി. എല്ലാവരും ഈ ദിവസങ്ങളിലുണ്ടായിരുന്നു. അവിടെ വന്നപ്പോൾ തന്നെ ആദ്യമായിട്ട് തന്നെ ഈ കാര്യത്തിന് അവരുടെ ആദ്യത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ആലോചിച്ചത് ഈ കുടുംബത്തിൻ്റെ വീടും മറ്റ് സൗകര്യങ്ങളുമാണ്. അതിനുശേഷം ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ MLA മുൻകൈ എടുത്തു. ഇക്കാര്യത്തിലെല്ലാം MLA എടുത്ത ശ്രീ കോവൂർ കുഞ്ഞുമാൻ എടുത്ത വലിയ ഒരു ഉത്തരവാദിത്വം ഞാൻ എടുത്തു പറയുകയാണ്. കാരണം ഒരു MLA എന്ന നിലയിൽ ഇവിടെ ഈ കാര്യത്തിൽ നേരിട്ട് നിന്ന് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് വലിയ പങ്കാണ് നമ്മുടെ MLA വഹിച്ചത്. അപ്പോൾ MLA ഉണ്ടായിരുന്നു, മാനേജ്മെൻറ്റിൻ്റെ ആളുകൾ, ഇവിടെ ശ്രീ സോമപ്രസാദ്, PK ഗോപൻ ഉൾപ്പെടെയുള്ളവരെല്ലാവരും അന്നുണ്ടായിരുന്നു. ബാക്കി KSTA സ്കൂളിലെ അധ്യാപക സംഘടന, അവരെല്ലാം എല്ലാ സഹായവും ചെയ്യാമെന്ന് KSTA പറഞ്ഞു. മന്ത്രി തന്നെ പറഞ്ഞു വീട് നിർമ്മിക്കുന്നതിന് സ്കൗട്ട്സിനെയാണ് അദ്ദേഹം ചുമതലപ്പെടുത്തിയത്. സാധാരണഗതിയിൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ചെയ്യുന്ന വീടിന് 8 ലക്ഷം രൂപയ്ക്ക് അടുത്തൊക്കെയാണ് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ പല വീടുകളും ഇതുവരെ താക്കോല് കൊടുക്കുന്ന പരിപാടിക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ 20 ലക്ഷത്തിലധികമാണ്. 8 ലക്ഷത്തിന് പകരം 20 ലക്ഷത്തിൽ ഒരു വലിയ വീടാണ് നല്ല വീടാണ് അവർ ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നെ ഞങ്ങൾ സ്കൂളിൽ വന്ന് അവിടുത്തെ പ്രത്യേക യോഗം ചേർന്നിരുന്നു. സ്കൂളിലെ അധ്യാപകരെയും എല്ലാവരെയും വിളിച്ചിരുന്നു, നാട്ടിലെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടവരെയൊക്കെ വിളിച്ച്. അങ്ങനെ സുരക്ഷാ ഓഡിറ്റ് സംബന്ധിച്ച് ഒരു സംസ്ഥാനത്താകെ ഒരു നിർദ്ദേശം കൊടുത്തിപ്പോൾ. സംസ്ഥാനത്തെ എല്ലാ സ്കൂളിലും പാലിക്കേണ്ട മാനദണ്ഡങ്ങളെപ്പറ്റി ഒരു ഡയറക്ഷൻ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റും. 4 മാസത്തിനകത്ത് 5 മാസത്തിനകത്ത് വീട് നിർമ്മിച്ചു കൊടുക്കാൻ പറ്റും. ഒരു സംഭവം ഉണ്ടാകുമ്പം പറയാനും പ്രതിഷേധിക്കാനും പ്രസ്താവന നടത്താനും ധാരാളം ആളുകൾ കാണും. പക്ഷേ അത് കഴിഞ്ഞ് ആ കുടുംബം എങ്ങനെ ജീവിക്കുന്നു, കുടുംബങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, പ്രദേശം എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് നോക്കാൻ പലപ്പോഴും കാണില്ല. അന്നേരത്തെ ഒരു ബഹളവും വാർത്തയും കഴിഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ ആരും പോകാറില്ല. പക്ഷേ ഇവിടെ ഇന്നിപ്പോൾ എല്ലാവരും കൂടിയിരിക്കുന്നവർ ആ കുടുംബത്തിന് ഇനിയും മുന്നോട്ട് പോകാൻ വലിയ പിന്തുണ എല്ലാ ഭാഗത്തുനിന്നും, സംസ്ഥാന സർക്കാരിൻ്റെയും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും KSTA എന്ന സംഘടനയുടെയും എല്ലാം ഭാഗത്തുനിന്ന് അവർക്ക് വലിയ സഹായം കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ആ കുടുംബത്തിന് ജീവിക്കാനുള്ള ഇനിയും എല്ലാ പിന്തുണയും ഉണ്ടാവണമെന്നുള്ള വരെ ആലോചിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അതൊരു പാഠമാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്. സർക്കാരെന്ന് പറയുന്നത് നാട്ടിലെ ജനങ്ങളുടെ ഒരു പ്രതിനിധിയാണ്. സർക്കാരെന്ന് പറയുന്നത് ആകാശത്തുനിന്ന് വരുന്നൊരു കാര്യമല്ല. നിങ്ങളെങ്ങനെയാണോ ചിന്തിക്കുന്നത്,
ഇപ്പോൾ കുട്ടികൾ 3 പേര് വന്ന് ആ സിലബസ് കാര്യം പറയുമ്പം അതെങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി ഇടപെടുന്നതിനാണ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. എല്ലാ കാര്യങ്ങളും നമുക്ക് ആഗ്രഹിക്കുന്ന നടപ്പാക്കാൻ പറ്റില്ല. പക്ഷേ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും അതനുസരിച്ചിട്ട് പരിഹാരമുണ്ടാക്കാനും ശ്രമിച്ച ചില ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞു, വളരെ മാതൃകാപരമായ ഉദാഹരണങ്ങൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പം പാരാ ഒളിമ്പിക്സ് ഇപ്പം തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ബഡ്ജറ്റിലുണ്ട്, പണം വെച്ചിട്ടുണ്ട്. സ്പോർട്സും ഇതുമായിട്ട് കാരണം ഈ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാവുന്ന മത്സരങ്ങളുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു മത്സരിക്കുന്ന ഓട്ടം, അതുപോലെ പരിപാടി. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വരെ പങ്കെടുക്കാവുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഇപ്രാവശ്യം നമ്മൾ പരിപാടിയിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ സ്കൂളിലെ ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞു. അത് ഏറ്റവും വലിയ ഇത്തരം അനുഭവങ്ങളിൽ കൂടെ ഉണ്ടായ ഒരു തിരിച്ചറിവാണ്. ഞങ്ങൾ 5-6 മാസമായിട്ട് അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. വിദ്യാഭ്യാസ മന്ത്രിയും ഞാനും ഇൻഷുറൻസ് വകുപ്പുമായിട്ട് ആ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു പലതവണ. അതിപ്പോൾ നമ്മൾ അനൗൺസ് ചെയ്തു. എത്രയും പെട്ടെന്ന് തന്നെ അത് നടപ്പിലാക്കും. അതിനകത്ത് ബഡ്ജറ്റിൻ്റെ പാസ്സാവലിൻ്റെ പ്രശ്നമില്ല. അതിനെന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ വർഷം തന്നെ കുട്ടികളുടെ ആ വലിയ ഇൻഷുറൻസ് പരിപാടി നമ്മൾ ആരംഭിക്കും എന്നുള്ളത് ആണ് എനിക്ക് പറയാനുള്ളത്. അതിന് ബഡ്ജറ്റ് പാസ്സാവുന്നതിന് തടസ്സമില്ല. ഞങ്ങൾ ഉടൻ തന്നെ അത് ആലോചിച്ച് ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അതുമാത്രമല്ല, ബഡ്ജറ്റിനകത്ത് ധാരാളം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെപ്പറ്റി ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ കേന്ദ്രം നിർത്തലാക്കിയ തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള പദ്ധതികൾ അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന പദ്ധതിക്ക് 1000 കോടി രൂപയാണ്, വലിയ ഒരു റിസ്ക് എടുത്ത് 1000 കോടി രൂപയാണ് വെച്ചത്. അപ്പോൾ സാധാരണക്കാരുടെ സാധാരണ തൊഴിലെടുക്കുന്ന പ്രദേശങ്ങളിലെ പരമ്പരാഗത കശുവണ്ടി മേഖല ഉൾപ്പെടെയുള്ള തോട്ടം മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിലെ കാര്യങ്ങൾ, നമ്മുടെ പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന കാര്യത്തിലാണ് നമ്മൾ എപ്പോഴും മുൻകൈ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന ഡിഗ്രി വരെയുള്ള കുട്ടികൾക്ക് ഇതാദ്യമായി ഇന്ത്യയിൽ ഫ്രീ ആയി വിദ്യാഭ്യാസം കൊടുക്കാനും ഈ ബജറ്റിൽ തീരുമാനിച്ചത്. ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഡിഗ്രി വിദ്യാഭ്യാസം ഇനി ഫീസ് അടയ്ക്കേണ്ട, ഫ്രീ ആക്കാനും തീരുമാനിച്ചു എന്നുള്ളതും ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. എഡ്യൂക്കേഷനോട്, പൊതുവിദ്യാഭ്യാസത്തിനോട് എത്രത്തോളം താല്പര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാണിക്കുന്നത് എന്നുള്ളതാണ് ഇതൊക്കെ ഈ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. വിദ്യാഭ്യാസം മുന്നോട്ട് നന്നായി പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് പരിഗണന അർഹിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായ കരുതൽ കൊടുക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. നമ്മുടെ കൂടെയുള്ളൊരു കുട്ടി, ഒരു കുടുംബത്തിന് ഒരു ബുദ്ധിമുട്ട് വന്നാൽ ആ ബുദ്ധിമുട്ടിനെ പരിഹരിക്കാൻ നമ്മളെല്ലാവരും നിൽക്കും എന്നുള്ളതാണ് സ്കൗട്ട്സും ഗൈഡ്സും ചെയ്യുന്ന കാര്യം. അതെ, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിലെ അധ്യാപകരും വിദ്യാർത്ഥികളും സ്കൂളും കൂടി ചേർന്നിട്ടാണ് ഇതിന് ഫണ്ട് പൊതുവെ കണ്ടെത്തുന്നത്. വലിയൊരു പൂൾഡ് ഫണ്ടാണ്, എല്ലാവരുടെയും നിന്ന് വരുന്നൊരു ഫണ്ടാണ് ഇങ്ങനെ കണ്ടെത്തുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് കാര്യവിവരം ഉണ്ടാവണം, തിരിച്ചറിവുണ്ടാവണം. അറിവ് മാത്രം പോരാ. അറിവ് നമുക്കൊക്കെ കിട്ടാം, പക്ഷെ തിരിച്ചറിവുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അറിവ് എങ്ങനെ ഉപയോഗിക്കണം, അത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന നിലയിൽ ആ തിരിച്ചറിവ് കൂടി ഉണ്ടാവുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ കാര്യങ്ങൾ. ഇത് നന്നായിട്ട് നമുക്ക് ഇനിയും ഈ കൂട്ടായ്മ കൊണ്ടുപോകാൻ പറ്റണം. ഈ മുൻകൈ എടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് എല്ലാ ആശംസകളും നേരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക്, നമ്മുടെ സ്കൗട്ട്സിൻ്റെ ഭാരവാഹികൾക്ക്, നമ്മുടെ അധ്യാപക സംഘടന KST ഉൾപ്പെടെയുള്ള എല്ലാ അധ്യാപകരുടെ പ്രതിനിധികളും എല്ലാ സംഘടനകൾക്കും ആ കുടുംബത്തിലെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.